ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പീഡന പരാതിയിൽ സർക്കാരിനും പോലീസിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. CI വിനോദിനെതിരെ കേസെടുത്ത് അന്വേഷിക്കാത്തത് എന്തെന്നും ബലാത്സംഗ കുറ്റം ചുമത്താൻ എന്തനുമതിയാണ് വേണ്ടതെന്നും കോടതി ചോദിച്ചു. പ്രതിയാക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കുകയാണ്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നും FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തൂ എന്നും കോടതി നിർദ്ദേശിച്ചു. ശ്യാം ദേവരാജും ഒപ്പം TV പ്രസാദും നൽകും വിശദാംശങ്ങൾ. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന സുപ്രധാനമായ നിരീക്ഷണമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം സർക്കാരിനും പോലീസിനും രൂക്ഷ വിമർശനവും ഉണ്ടായിരിക്കുന്നു. ഇന്ന് കോടതിയിൽ ഉണ്ടായ സംഭവങ്ങൾ എന്താണ്? പൂർണ്ണ രൂപം. ശ്രുതി, ഹൈക്കോടതി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഷീ ഈസ് അഗ്രീവ്ഡ് എന്ന വാചകമാണ് സിംഗിൾ ബെഞ്ച് അധ്യക്ഷനായ ജസ്റ്റിസ് A. ബദറുദ്ദീൻ തുറന്ന കോടതിയിൽ വാദത്തിനിടെ പറഞ്ഞത്. ഷീ ഈസ് അഗ്രീവ്ഡ്, അതായത് അതിജീവിതയ്ക്ക് നീതി വേണം, അല്ലെങ്കിൽ അത്തരമൊരു പോരാട്ടമാണ് നടത്തുന്നത് എന്ന കാര്യമാണ്. അതായത് അതിജീവിതയ്ക്ക് മുറിവേറ്റ ആളാണ് അല്ലെങ്കിൽ പരാതിയുള്ള ആളാണ് എന്ന കാര്യമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പൊന്നാനിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിലാണ്, അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം ചോദ്യം ചെയ്ത് അതിജീവിതം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരമൊരു വാചകം പറയുന്നത്. മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇന്ന് ഈ പോലീസിന് നേരെ, ആഭ്യന്തര വകുപ്പിന് നേരെ, സർക്കാരിന് നേരെ ഹൈക്കോടതി ഉന്നയിക്കുന്നത്. പൊന്നാനി CI വിനോദിനെതിരെ കേസെടുത്ത് അന്വേഷിക്കാത്തതെന്ത് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഒപ്പം CIക്കെതിരെ കേസെടുക്കാത്തതെന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. CIക്കെതിരെ FIR എടുത്താണ് കേസിൽ അന്വേഷണം നടത്തേണ്ടത് എന്നാണ് ഹൈക്കോടതി സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നത്, പോലീസിനെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് വെറും കേസല്ല, ഗൌരവതരമായ കേസാണ്. ബലാത്സംഗ കുറ്റമാണ് CIക്കെതിരെ ചുമത്തേണ്ടത്. അത്തരമൊരു പരാതിയാണ് വന്നത് എന്ന കാര്യം സർക്കാരിനോട് പറയുന്നുണ്ട്. മാത്രമല്ല, സുപ്രീം കോടതി തള്ളിയ വാദമാണ് ലളിതകുമാരി കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉന്നയിക്കുന്നതെന്നാണ് ഹൈക്കോടതി തന്നെ നിശിതമായി സർക്കാരിനോട് പറഞ്ഞത്, അല്ലെങ്കിൽ അത്തരമൊരു വിമർശനമാണ് ഉയർത്തിയത്. അന്വേഷണം നടത്തേണ്ട എന്നാണോ, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തേണ്ടതില്ല എന്നാണോ സർക്കാരിന്റെ നിലപാട് എന്നും കോടതി സർക്കാരിനോട് ചോദിക്കുന്നുണ്ട്. അന്വേഷിച്ച ശേഷമല്ലേ പരാതി വ്യാജമാണ് എന്ന് പറയുന്നത്, അല്ലാതെ അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ എങ്ങനെ പരാതി വ്യാജമാണ് എന്ന് പറയാനാകുമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിക്കുന്നു. CIയും DYSPയും അതിനേക്കാൾ മുകളിൽ SP-യും ഉൾപ്പെടുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കേസിലെ ആരോപണ വിധേയർ. അതുകൊണ്ട് തന്നെ ഇതിൽ CI കൃത്യമായും പ്രതിയാകും. CIക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു കുറ്റം നിലനിൽക്കുന്നതാണ്. മാത്രമല്ല, DYSPയുടെയും SP-യുടെയും പങ്ക് അന്വേഷണത്തിൽ, തുടർന്നു വരുന്നുള്ള അന്വേഷണത്തിൽ കണ്ടെത്താം. പക്ഷേ ആദ്യം CI വിനോദിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതല്ലേ, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്നാണ് ഇന്ന് ആഭ്യന്തര വകുപ്പിനോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറയുന്നത്. മാത്രമല്ല, ഇതിൽ പൊന്നാനി മജിസ്ട്രേറ്റ്